എൻ്റെ കുട്ടികളുടെ ട്യൂഷൻ ടീച്ചർ യൂലിയ വാസിൻയവനെ ഞാൻ അവളെ വിളിപ്പിച്ചത് ചില കണക്കുകൾ പറഞ്ഞ് ഉറപ്പിക്കാനായിരുന്നു. അവൾ എൻ്റെ മുന്നിലെത്തി. അവളോട് ഇരിക്കാൻ പറഞ്ഞ ശേഷം ഞാൻ ചോദിച്ചു, യൂലിയ, നിനക്ക് പണം ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം. ഒരു മാസം 30 റോബിളല്ലേ നിന്റെ ശമ്പളം? ഞാൻ ചോദിച്ചു. അല്ല, 40 റോബിളാണ്, അവൾ മറുപടി പറഞ്ഞു. ഇല്ലില്ല, ഞാൻ 30 റൂബിളാണ് സാധാരണയായി ശമ്പളം കൊടുക്കാറ്. ഇപ്പോൾ 2 മാസമായി എത്തിയിട്ട് അല്ലേ? ഞാൻ ചോദിച്ചു. 2 മാസവും 5 ദിവസവും, യൂലിയ മറുപടി പറഞ്ഞു. 2 മാസം ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്. 2 മാസത്തേക്ക് 60 റൂബിൾ നൽകാനുണ്ട്. 9 ഞായറാഴ്ചകൾ കുറയ്ക്കേണ്ടതുണ്ട്. ഞായറാഴ്ചകളിൽ ഗോലിയയ്ക്ക് ക്ലാസ് എടുക്കാറില്ലല്ലോ നീ. പിന്നെ 3 ദിവസം, അന്ന് പള്ളിയിലേക്കും പോയിട്ടുണ്ട്. അവൾ ഒന്നും പറഞ്ഞില്ല. കൈവിരലുകൾ വസ്ത്രത്തിൽ പിടിച്ചിളക്കി. പക്ഷെ അവളുടെ മുഖം വാടിയിരുന്നു. പിന്നെ ഞാൻ കണക്കുകൾ പറയാൻ തുടങ്ങി. ഇതിനിടയിൽ 3 ഒഴിവു ദിവസങ്ങൾ ഉണ്ടായിരുന്നു. 12 റൂബിൾ വീണ്ടും കുറയുന്നു. നിനക്ക് പല്ലുവേദന വന്നോ? അപ്പോൾ നീ നേരത്തെ പോയി. അപ്പോൾ ആ ദിവസത്തെ 7 റൂബിൾ കുറയ്ക്കേണ്ടതുണ്ട്. അങ്ങനെ 19 റൂബിൾ കുറയണം. ബാക്കി 41 റൂബിൾ ഉണ്ട്. അപ്പോൾ യൂലിയ ഒന്നും മിണ്ടിയില്ല. പക്ഷെ അവളുടെ കണ്ണുകൾ നിറഞ്ഞ് തുളുമ്പാൻ തുടങ്ങി. പുതുവർഷത്തിൽ നീ ഒരു കപ്പും സോസറും പൊട്ടിച്ചു. അതിന് ഞാൻ 2 റൂബിൾ കുറയ്ക്കും. പിന്നെ ഗോലിയുടെ വസ്ത്രം ഇടയ്ക്കെപ്പോഴോ കീറിപ്പോയി. പിന്നെ നിന്റെ അശ്രദ്ധ കാരണം ചില നഷ്ടങ്ങൾ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. വീട്ടുവേലക്കാരി വാനിയയുടെ ചെരുപ്പുകൾ ഇവിടെ നിന്ന് ആരോ മോഷ്ടിച്ചു. അതും നിന്റെ ഉത്തരവാദിത്ത കുറവ് തന്നെയാണ് കാണിക്കുന്നത്. 5 റൂബിൾ വീണ്ടും ഞാൻ കുറയ്ക്കുന്നുണ്ട്. ഞാൻ വീണ്ടും കണക്കുകൾ പറയാൻ തുടങ്ങി. കഴിഞ്ഞ ജനുവരിയിൽ 10 റൂബിൾ നീ കടം വാങ്ങിയിരുന്നു. ഞാൻ കടം വാങ്ങിയിട്ടില്ല, അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ഞാൻ എഴുതി വച്ചിട്ടുണ്ട്, ഞാൻ മറുപടി പറഞ്ഞു. ശരി, യൂലിയ സമ്മതിച്ചു. ഇനി 41 നിന്ന് 27 കുറച്ചാൽ 14 റൂബിളാണ് ബാക്കിയുള്ളത്. അവൾ വല്ലാതെയായി. സങ്കടം സഹിക്കാനാവാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അതിനിടയിൽ അവൾ പറഞ്ഞു, ഞാൻ ഒരിക്കൽ മാത്രമാണ് കടം വാങ്ങിയത്, അതും 3 റൂബിൾ മാത്രം. ദുഃഖത്തോടെ അവൾ പറഞ്ഞു. 14 റൂബിളിൽ നിന്ന് 3 കുറച്ചാൽ 11 റൂബിൾ. ഞാനത് അവൾക്ക് നൽകി. അവളത് വാങ്ങി. അപ്പോൾ അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പണം പോക്കറ്റിൽ വെച്ച് എന്നോട് അവൾ നന്ദി പറഞ്ഞു. നന്ദിയോ? എന്തിന്? ശമ്പളം തന്നതിന്, അവൾ മറുപടി പറഞ്ഞു. ഞാൻ നിന്നെ പറ്റിക്കുകയായിരുന്നു കുട്ടി. നിന്റെ പണം കൈക്കലാക്കുകയായിരുന്നു. എന്നിട്ടും നീ എനിക്ക് നന്ദി പറയുന്നു? ഞാൻ ചോദിച്ചു. ഇതിനു മുമ്പുള്ള സ്ഥലങ്ങളിൽ ഇത്ര പണം പോലും അവർ തന്നിരുന്നില്ല. ഇത്ര പോലും തന്നിരുന്നില്ലെന്നോ? യൂലിയ, നിനക്ക് കിട്ടാനുള്ള 80 റൂബിൾ ഞാൻ ആദ്യമേ മാറ്റിവെച്ചിട്ടുണ്ട്. ഒരു പ്രതിഷേധവുമില്ലാത്ത നിന്റെ ഈ ശീലം അത് മാറ്റേണ്ടതുണ്ട് കുട്ടി. ഒരാൾക്ക് ഇത്ര നിശബ്ദമായി ഈ ലോകത്ത് ജീവിക്കാനാവുമോ? ഞാൻ ചോദിച്ചു. അവളുടെ മുഖം ഒന്ന് വിടർന്നു. അവൾ പതിയെ പറഞ്ഞു, ജീവിക്കാൻ കഴിയും. ഞാൻ എന്റെ പരീക്ഷണത്തിന് അവളോട് ക്ഷമ പറഞ്ഞു. മാറ്റിവെച്ച ആ 80 റൂബിൾ അവളുടെ കൈകളിൽ ഏൽപ്പിച്ചു. ഞാൻ എന്റെ പരീക്ഷണത്തിന് ക്ഷമ പറഞ്ഞു. അവൾക്കായി മാറ്റിവെച്ച 80 റൂബിൾ അവളുടെ കയ്യിൽ സന്തോഷത്തോടെ കൊടുത്തു. അവൾ വീണ്ടും എന്നോട് നന്ദി പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇത്രയ്ക്കും ശക്തയാവാൻ ഒരാൾക്ക് എത്ര എളുപ്പം കഴിയും?